കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി മോദി സ്തുതിയിൽ ഉറച്ച് ഡോക്ടർ ശശി തരൂർ MP. 2 വർഷം മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഡോക്ടർ ശശി തരൂർ 24നോട് പറഞ്ഞു. താൻ പറഞ്ഞതിനർത്ഥം കോൺഗ്രസിന് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് യോജിപ്പുണ്ടെന്നാണെന്നും ശശി തരൂർ. അപ്പോൾ എനിക്കിതിലൊരു വിവാദം കണ്ടില്ല. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്നെ രാഹുൽ ഗാന്ധി 2 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടി സർക്കാരിൻ്റെ പോളിസിയോടൊപ്പം യോജിപ്പുണ്ട്. ആ സമയത്ത് ഞാൻ മാത്രമായിരുന്നു ഒറ്റയ്ക്ക് കോൺഗ്രസ് പാർട്ടി. 2022 എൻ്റെ പ്രസംഗം, ഫെബ്രുവരിയിൽ പാർലമെൻറ്റിൽ. 2023 സെപ്റ്റംബർ ആകുമ്പോഴേക്കും രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊരു വിരോധമില്ല, സർക്കാരിൻ്റെ പോളിസി തന്നെ കറക്റ്റ്. അപ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിൽ വിവാദം വരാൻ ഒരു ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞതിന് ഞാനും പറഞ്ഞു. അപ്പോൾ എങ്ങനെ തിരിച്ചടിയാവും? ശശി തരൂരിന്റെ മോദി സ്തുതിയിൽ RSPക്ക് അതൃപ്തി. സമീപകാലത്തെ തരൂരിന്റെ പ്രതികരണങ്ങൾ UDFനെയും ഇന്ത്യ മുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്നതാണെന്ന് NK പ്രേമചന്ദ്രൻ MP 24നോട് പറഞ്ഞു. സമീപകാലത്തെ അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളും UDFനെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണല്ലോ. UDFനെ മാത്രമല്ല, ഇന്ത്യ മുന്നണിയെയും പല ഘട്ടങ്ങളിലും പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങളാണ് ശ്രീ ശശി തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഞങ്ങളൊരു ഘടകകക്ഷി എന്ന നിലയിൽ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല. അതൊക്കെ ബന്ധപ്പെട്ട പാർട്ടികളാണ് ഈ കാര്യത്തെ സംബന്ധിച്ചൊക്കെ ആലോചിക്കേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ R അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. UDF പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമെന്ന് RSP അതിനെ വിലയിരുത്തുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, അച്യുതൻ? ഉന്മേഷ്, റൈസിന ഡയലോഗിൽ ശശി തരൂർ MP നടത്തിയ പരാമർശത്തെക്കാളും ഗൗരവ സ്വഭാവമുള്ളതാണ് നമുക്ക് നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്ന ഭാഗങ്ങൾ. അതിൽ പറയുന്നത് താൻ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി മുൻപ്, അതായത് 2023 പറഞ്ഞ കാര്യങ്ങളാണ് താൻ ആവർത്തിച്ചത്. അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് തങ്ങൾക്ക് ഒരു വിരോധവുമില്ല, സർക്കാരിന്റെ നയങ്ങൾ തന്നെ ശരി എന്നതായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിനർത്ഥം കോൺഗ്രസ് പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കൊപ്പം യോജിപ്പുണ്ട്. ഈ 2 വർഷം മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്നെയാണ് താൻ ആവർത്തിച്ചത്. അതിലെന്താണ് വിവാദത്തിനുള്ള കാരണമെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്ന രീതിയിലാണ് ശശി തരൂർ പ്രതികരിച്ചത്. അത് നിലവിലെ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ കൂടുതൽ കുരുക്കിലാക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണ്. കാരണം ഇതുവരെ അതൊരു വ്യക്തിപരമായ, ശശി തരൂർ MPയുടെ വ്യക്തിപരമായ നിലപാടായി നേതാക്കൾക്ക് തള്ളുവാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ കൂടി അദ്ദേഹം ന്യായീകരിക്കുവാനായി ഒപ്പം നിർത്തുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് സ്വാഭാവികമായും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വരും. ഇതിനു മുൻപ് നടത്തിയ പരാമർശങ്ങൾ, അതായത് മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പ്രകീർത്തിച്ചതും സംസ്ഥാന സർക്കാരിനെ പ്രകീർത്തിച്ച് സംസാരിച്ചതിലുമെല്ലാം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വരെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യമുണ്ടായിരുന്നു. അന്ന് പല നേതാക്കളും തുറന്ന ഒരു അതൃപ്തി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായി. അതിനുശേഷമാണ് ഈ റൈസിന ഡയലോഗിലും മോദിയെ പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ പ്രസ്താവന വീണ്ടും ആവർത്തിക്കുന്നത്. അതിൽ വ്യക്തിപരമായ ശശി തരൂരിന്റെ നിലപാടായി നേതാക്കൾ കണക്കിലെടുത്തെങ്കിൽ കൂടിയും നിലവിലെ പ്രതികരണം ആ സ്വഭാവത്തോടെ കാണാൻ കഴിയുന്നതല്ല. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് യോജിപ്പുണ്ട് എന്ന തരത്തിലാണ് ശശി തരൂർ MP പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമായി ആ കാര്യങ്ങൾ അതുപോലെ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി 2 രാജ്യത്തും പോയി ആലിംഗനം നടത്തുന്നു. ഒരു സമാധാനത്തിനായി ഭാരതം ആവശ്യപ്പെട്ടാൽ 2 രാജ്യങ്ങളും സ്വീകരിക്കുമെന്നത് കാര്യത്തിൽ തനിക്ക് വിശ്വാസമുണ്ട് എന്ന തരത്തിൽ എന്താണോ പരാമർശം, ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നതാണ് ഈ അവസരത്തിൽ വിലയിരുത്തേണ്ടത്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ RSP ഒരു എതിർപ്പ് കൂടി, ഒരു അതൃപ്തി അറിയിച്ചിരിക്കുകയാണ്. അതായത് സമീപകാലത്തെ ശശി തരൂർ MPയുടെ പരാമർശങ്ങൾ അത് UDFനെ മാത്രമല്ല ഇന്ത്യ മുന്നണി അടക്കം പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് NK പ്രേമചന്ദ്രൻ MP നമ്മളോട് പ്രതികരിച്ചത്. അതിൽ പറയുന്നത് കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറാകണം, കോൺഗ്രസ് പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ നയപരമായ നിലപാടുകൾ സ്വീകരിക്കണം എന്ന ഒരു കാര്യമാണ് NK പ്രേമചന്ദ്രൻ MP 24നോട് പങ്കുവച്ചത്. കൂടുതൽ ഘടകകക്ഷി എന്ന നിലയിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രതികരണം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ അതൃപ്തി ഈ കോൺഗ്രസിന് പുറത്തുള്ള, അതായത് UDFന്റെ ഭാഗമായി നിൽക്കുന്ന ഘടകകക്ഷികൾക്കുള്ളിൽ കൂടി ഉടലെടുത്തിരിക്കുന്നു എന്നതാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അത് LDF ഒരു പക്ഷേ അതൊരു പ്രചരണ ആയുധമായി മാറ്റും. ഇതിനോട്